Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ വൺ പോട്ട് മീലായിട്ട് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. നമുക്ക് വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. നമ്മളിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 50 ഗ്രാം വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഒരു 10-15 പച്ചമുളകും കൂടി വേണം. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണം, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതൽ എടുത്തേക്കുന്നത്. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളൊരു ബൗളിൽ കുറച്ച് ലൂക്കോം പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂണ് സാഫ്രൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 1/2 hour വരെ മിനിമം ഒന്ന് മാരിനേഷന് വേണ്ടി മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 100 ഗ്രാം കാഷ്യൂനട്ട് പകുതിയായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. പകുതി ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം റൈസൻസ്, ഗോൾഡൻ റൈസൻസാണ് എടുത്തേക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് വല്ലാണ്ട് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പകുതി ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് റൈസൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് രണ്ടും ഫ്രൈ ആയി കിട്ടും. ഇതിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു 5-6 സബോള ഇങ്ങനെ നല്ല നീളത്തിൽ കനം കുറഞ്ഞിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഇത് കിട്ടും. ലോ ഫ്ലെയിമിൽ ഇപ്പോൾ നമ്മുടെ സവോളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ഇത് കോരി മാറ്റിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് കാണാൻ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ സവോളയും നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഹാഫ് കുക്കായാൽ മതി. ഹാഫ് കുക്കായതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് 200 ml നെയ്യൊന്നും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹോൾ സ്പൈസസ് ആണ് വേണ്ടത്. നമ്മൾ 2 ടേബിൾ സ്പൂണോളം നമ്മൾ ജീരകവും ചെറുജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏലക്കായ ഒരു 5-6 ഇടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് പെപ്പർ, ഹോൾ ബ്ലാക്ക് പെപ്പർ ഒരു 10 എണ്ണം, പിന്നെ ക്ലോവ്സ് ഒരു 10 എണ്ണം വേണം. പിന്നെ നമുക്ക് കുറച്ച് സിനമൺ സ്റ്റിക്സ് വേണം, ഒരു 5-6 എണ്ണം. ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പൊട്ടി വരട്ടെ. പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മുറിഞ്ഞ് വരട്ടെ. ഇനി നമുക്കൊരു സബോള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സബോള ഇപ്പോൾ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ക്യാരറ്റിന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആട്ടോ. ഇപ്പോൾ സബോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചിയും കുറച്ച് നീളത്തിൽ, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടിയതിന് ശേഷം മാത്രം 1 കപ്പ് മല്ലിയില നന്നായി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 2 കപ്പ് പുതിന ഇലയാണ് വേണ്ടത്. പുതിന ഇലയുടെ അളവ് കൂടുതൽ വേണം. നമ്മുടെ ഇലകളൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. നമ്മുടെ പുതിനൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള വേവൊക്കെ ചിക്കൻ്റെ ചോറ് വേവിനോട് കൂടി ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ബാസ്മതി റൈസ് 2 കപ്പാണ് എടുത്തേക്കുന്നത്. കഴുകി നമ്മൾ വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്തി ഒന്ന് വെക്കണ്ട കേട്ടോ. ഇത് എന്നിട്ട് നമ്മുടെ റൈസിലൊക്കെ നന്നായിട്ട് ഗ്രേവി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, ഇപ്പോൾ ഞാൻ വലിയ നാരങ്ങയാണ്, നിങ്ങൾ ചെറിയ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഇതായിട്ട് കിട്ടും. അതിൻ്റെ തോലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അളവ് കൃത്യമായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഗ്യാസുമേ ഇത് വിസിലില്ലാണ്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ആവി വന്നതിന് ശേഷം 2 മിനിറ്റ് അടിച്ച് വയ്ക്കുക. അതിന് ശേഷം മാത്രമേ തുറക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ബാസ്മതി റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കാം, നമ്മുടെ റൈസ് ഒന്ന് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സാഫ്രൻ വാട്ടർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും പിന്നെ നമ്മുടെ സബോളയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചിക്കൻ ബിരിയാണി നല്ല എളുപ്പത്തിലാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.